ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരാൾ തന്റെ കിടക്കിൽ നിന്നും ഉണരുന്നതായിട്ടാണ്. റൈലാൻഡ് ഗ്രേസ് എന്നാണ് ഇയാളുടെ പേര്. അയാൾക്ക് മുകളിലായി ഒരു റോബോട്ട് നിൽപ്പുണ്ട്. മരുന്നുകൾ കുത്തിവെച്ചത് കാരണം അയാൾ കുറെ നാളായി കോമയിലായിരുന്നു എന്നാണ് ആ റോബോട്ട് അയാളോട് പറയുന്നത്. മേരി എന്നാണ് ഈ റോബോട്ടിന്റെ പേര്. ഗ്രേസ് വേഗം തന്നെ ആ ബെഡിൽ നിന്ന് പുറത്ത് ചാടുകയും അവിടുന്ന് ഇഴഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മേരി അയാളെ പിന്നോട്ട് വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ ആ പിടി വിടിവിച്ച് ഒടുവിൽ രക്ഷപ്പെടുന്നു. താനിപ്പോ എവിടെയാണെന്നോ തന്റെ പേരെന്താണെന്നോ പോലും അയാൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അവിടെ ഒരു കോണി കണ്ട് അതിലൂടെ അയാൾ വലിഞ്ഞു കയറുന്നു. വേറെ ചില പോഡുകളിലായി മറ്റു കുറച്ച് പേരെ കൂടി ഗ്രേസ് കണ്ടെത്തുന്നു. പക്ഷെ അവരെല്ലാം മരിച്ചിരുന്നു. മുകളിലത്തെ ഒരു മുറിയിലേക്ക് എത്തിയ ശേഷം അവിടെയുള്ള വലിയൊരു വിൻഡോയിലൂടെ നോക്കിയപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഇതൊരു സ്പേസ് ഷിപ്പാണ്. താനിപ്പോ ബഹിരാകാശത്ത് കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരികെ തന്റെ ചേംബറിൽ എത്തുമ്പോൾ അവിടെയുള്ള ചില കാര്യങ്ങൾ അയാൾക്ക് പരിചയമുള്ളത് തോന്നുന്നുണ്ടെങ്കിലും താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നതിനെ കുറിച്ച് ഗ്രേസിന് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല. തുടർന്ന് അയാൾ ഒരു വെർച്വൽ റിയാലിറ്റി മുറിയിൽ എത്തിപ്പെടുന്നു. ക്യാപ്റ്റനെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ മരണപ്പെട്ടുവെന്നാണ് കമ്പ്യൂട്ടർ സിസ്റ്റം മറുപടി നൽകുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ സൂര്യനെ കാണാമായിരുന്നു. ഭൂമിയിലേക്ക് തിരികെ പോകാൻ അയാൾ സിസ്റ്റത്തോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനായി 11 വർഷം വേണ്ടിവരുമെന്നാണ് സിസ്റ്റം മറുപടി നൽകുന്നത്. അത് കേട്ട് കമ്പ്യൂട്ടറിന് തെറ്റിയതായിരിക്കും എന്ന് കരുതി ഭൂമിയിലേക്കുള്ള മാപ്പ് ചോദിക്കുന്നു. അത് പരിശോധിച്ചപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. താൻ പുറത്ത് കണ്ടത് ഭൂമിയുടെ സൂര്യനെ അല്ല. താനിപ്പോൾ നിൽക്കുന്നത് സൗരയൂഥത്തിൽ നിന്നും വളരെ അകലെയുള്ള വേറെ ഏതൊരു നക്ഷത്രത്തിന്റെ അടുത്താണ്. അതിനുശേഷം അയാൾ പതുക്കെ പതുക്കെ തന്റെ ഭൂതകാലം ഓർത്തെടുക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ വാർത്തകളിൽ സൂര്യൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു സ്കൂൾ ടീച്ചറാണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലാണ് ഉള്ളത്. ഒരു വിദ്യാർത്ഥി അയാളോട് ഒരു സംശയം ചോദിക്കുന്നു. ബഹിരാകാശത്ത് ചില കുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവ സൂര്യനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേസ് അതിന് മറുപടി നൽകുന്നു. 2 വർഷം മുമ്പ് ഐറിന പെട്രോവ എന്ന ശാസ്ത്രജ്ഞൻ സൂര്യനിൽ നിന്ന് സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹമായ ശുക്രനിലേക്ക് നീളുന്ന ഒരു ഇൻഫ്രാറെഡ് പ്രകാശരേഖ കണ്ടെത്തിയിരുന്നു. ഈ കുത്തുകളെ വഹിക്കുന്ന ആ രേഖ ഇപ്പോൾ പെട്രോവ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വളരെ ചെറിയ അളവിൽ മാത്രമേ സൂര്യനെ തിന്നുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഗ്രേസ് അവരെ ആശ്വസിപ്പിക്കുന്നു. എങ്കിലും 15 മുതൽ 20 വർഷത്തിനുള്ളിൽ ഭൂമി പതുക്കെ നശിച്ചു പോയേക്കാം എന്നതിലായിരുന്നു അവരുടെ ആശങ്ക. ശാസ്ത്രജ്ഞർ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നും അതിനാൽ വിഷമിക്കേണ്ടതില്ലെന്നും അയാൾ അവരോട് പറയുന്നു. ഇനി തിരിച്ച് പ്രസന്റിലെ സ്പേസ് ഷിപ്പിൽ ഗ്രേസ് തന്റെ താടി വെട്ടി ഒതുക്കുകയും ആ സ്ഥലം വൃത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അയാൾ ഒരു ആൽബം കണ്ടെത്തുകയും മറ്റു ചില ബഹിരാകാശ യാത്രികരെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു. തന്നെ കുറിച്ച് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അയാൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം സ്കൂൾ ഓഫീസിൽ ഒരു സ്ത്രീ കടന്നു വരുന്നു. തന്റെ പേര് ഇവ ആണെന്ന് പരിചയപ്പെടുത്തുന്ന അവർ താൻ പെട്രോവാലൻ ഗവേഷണ വിഭാഗത്തിൽ നിന്നാണെന്ന് പറയുന്നു. പണ്ട് ഗ്രേസ് എഴുതിയ ഒരു പ്രബന്ധം അവർ പുറത്തെടുക്കുന്നു. മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ വെള്ളം അത്യാവശ്യമല്ല എന്നതിനെ പറ്റിയായിരുന്നു അത്. ആ പ്രബന്ധത്തിന്റെ പേരിലാണ് മുമ്പ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ അയാളെ പിന്തുടർന്നു. ബഹിരാകാശത്ത് കാണുന്ന ആ കുത്തുകളെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ വിളിക്കുന്നത് ആസ്ട്രോഫേജസ് എന്നാണ്. അവയെപ്പറ്റി ഗവേഷണം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവർ ഗ്രേസിനെ സമീപിച്ചിരിക്കുന്നത്. അവരുടെ സെക്യൂരിറ്റി അംഗമായ കാളും അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. അങ്ങനെ ഒടുവിൽ അയാൾ ഗവേഷണ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു. ഗ്രേസ് ഒരു സേഫ്റ്റി സൂട്ട് ധരിച്ച് ലാബിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. മറ്റുള്ളവർ ആകാംക്ഷയോടെ പുറത്ത് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. പെട്രോവാനിൽ നിന്നും ശേഖരിച്ച ആസ്ട്രോഫേജിനെ അയാൾ പരിശോധിക്കുകയും പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. അയാൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാലും ഗ്രേസ് തന്റെ ശ്രമങ്ങൾ തുടർന്നു. ഒടുവിൽ അതൊരു കോശമാണെന്ന് അയാൾക്ക് കണ്ടെത്താൻ സാധിച്ചു. അതോടെ എല്ലാവരും ആവേശത്തിലാവുന്നു. എന്നാൽ ആ കോശം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു. തുടർന്ന് അവ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് ഒടുവിൽ വ്യക്തമാകുന്നു. വെള്ളമില്ലാതെയും ജീവൻ നിലനിൽക്കും എന്ന തന്റെ സിദ്ധാന്തം തികച്ചും തെറ്റാണെന്ന് മനസ്സിലായതോടെ ഗ്രേസ് അല്പം നിരാശയോടെ പുറത്തിരിക്കുന്നു. അപ്പോഴാണ് ഇവ അങ്ങോട്ടേക്ക് വന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചൊരു കാര്യം ഗ്രേസിനോട് പറയുന്നത്. ആസ്ട്രോഫേജുകൾ സൂര്യന്റെ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ശുക്രനുമായി ഇതിനുള്ള ബന്ധം എന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഗ്രേസിന് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിന് ഉത്തരം നൽകാൻ തങ്ങളുടെ പക്കൽ 300-ലധികം മറ്റ് ബയോളജിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഗ്രേസ് അവരുടെ പിന്നാലെ ചെല്ലുകയും തനിക്ക് തുടർന്നും സഹായിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവർ ഗവേഷണത്തിനായി 3 ആസ്ട്രോഫേജുകൾ അയാൾക്ക് നൽകുന്നു. കാൾ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ ഗ്രേസ് തന്റെ ജോലി തുടർന്നു. തങ്ങൾക്ക് ചില സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടെന്ന് അയാൾ പറയുകയും അവർ അത് വാങ്ങാൻ പുറത്തു പോവുകയും ചെയ്യുന്നു. തിരികെ എത്തിയ ശേഷം ആസ്ട്രോഫേജുകൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കാർബണും ചൂടുമുള്ള ഒരു അന്തരീക്ഷം ആവശ്യമാണെന്ന് അവർ കണ്ടെത്തുന്നു. അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ഒടുവിൽ ഇരുട്ടടഞ്ഞ ഒരു മുറിയിൽ അയാൾ ഒരു പെട്ടി തയ്യാറാക്കുകയും ചെയ്യുന്നു. ആ പെട്ടിക്കുള്ളിൽ ആസ്ട്രോഫേജ് പുതിയ ഒരെണ്ണത്തിന് ജന്മം നൽകുന്നത് അവർ കാണുന്നു. അവർ ഉടൻ തന്നെ ഈ വാർത്ത ഒരു നാവികസേന കപ്പലിലുള്ള ഇവയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അവർ അയാളെ ഗവേഷകർ നിറഞ്ഞ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കൈയടിച്ചാണ് അവിടെയുള്ളവർ ഗ്രേസിനെ സ്വീകരിച്ചത്. താനിത് എങ്ങനെയാണ് സാധിച്ചതെന്ന് അയാൾ വിവരിക്കാൻ തുടങ്ങുന്നു. 20 ലക്ഷം കിലോഗ്രാം ആസ്ട്രോഫേജ് നിർമ്മിക്കാൻ എത്ര സമയമെടുക്കുമെന്ന് കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു. പക്ഷെ എന്തിനാണ് അത്രയും എണ്ണത്തിന്റെ ആവശ്യമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഗ്രേസിന് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ആ സമയം ഇവ എഴുന്നേറ്റ് നിന്ന് ഗ്രേസിനെ പ്രോജക്ട് ഹെയിൽ മേരിയുടെ തലവനായി നിയമിച്ചതായി പ്രഖ്യാപിക്കുന്നു. അതോടെ ഒരു സയന്റിസ്റ്റ് എല്ലാം വിശദീകരിക്കാൻ തുടങ്ങി. സൂര്യൻ മാത്രമല്ല നശിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് തൊട്ടടുത്തുള്ള മറ്റു നക്ഷത്രങ്ങളും കൂടിയാണ്. എന്നാൽ 12 പ്രകാശവർഷം
അകലെയുള്ള ടൗസെറ്റി എന്നൊരു നക്ഷത്രം മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കണ്ടെത്താനായി അങ്ങോട്ടേക്ക് ഒരു സ്പേസ് ഷിപ്പ് അയക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഷിപ്പിന് ആവശ്യമായ ഊർജ്ജം എങ്ങനെ കണ്ടെത്തുമെന്നതായിരുന്നു അവരുടെ പ്രശ്നം. എന്നാൽ 20 ലക്ഷം കിലോഗ്രാം ആസ്ട്രോഫേജുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവർക്ക് തിരികെ വരാൻ ആവശ്യമായ ഇന്ധനം ഉണ്ടായിരിക്കില്ല. ബഹിരാകാശ യാത്രികർ തങ്ങൾ കണ്ടെത്തുന്ന വിവരങ്ങൾ ഒരു പ്രോബ് വഴി ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയും അവർ ബഹിരാകാശത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യും. ഭൂമി പതുക്കെ നശിച്ചു പോകുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ അവരുടെ ഒരേ ഒരു പ്രതീക്ഷ ഈ ദൗത്യം മാത്രമാണ്. ഗ്രേസ് മരണപ്പെട്ട ആസ്ട്രോനോട്ടുകളെ പരിശോധിക്കുകയും താൻ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പതുക്കെ അയാൾ ആ മൃതദേഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. പിന്നീട് അയാൾ വെർച്വൽ റിയാലിറ്റിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കുകയും അവിടുത്തെ ഗുരുത്വാകർഷണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പേടകത്തിൽ നിന്ന് ഒരു ഇജക്ടർ പുറത്തേക്ക് വരുന്നു. കൂടാതെ ക്യാമറയിലൂടെ പുറം കാഴ്ചകൾ പകർത്തുന്ന മോണിറ്റർ നിയന്ത്രിക്കാൻ ആൾക്ക് സാധിക്കുന്നു. ടൗസെറ്റി നക്ഷത്രം തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടെയും ഒരു പെട്രോവ ലൈൻ ഉണ്ടെങ്കിലും അതിന്റെ തിളക്കം കുറയുന്നില്ല. ആ പെട്രോവ ലൈൻ ഏതോ ഒരു വസ്തുവിനാൽ തടസ്സപ്പെട്ടിരിക്കുന്നതായി അയാൾ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് സിസ്റ്റം ഒരു സിഗ്നൽ കണ്ടെത്തിയതായി അറിയിക്കുന്നു. പുറത്ത് കപ്പൽ പോലുള്ള ഒരു ഭീമൻ ഏലിയൻ ഷിപ്പ് നിൽക്കുന്നത് ഗ്രേസ് കാണുന്നു. അയാൾക്ക് സ്വന്തം ഷിപ്പ് നിയന്ത്രിക്കാനും അതിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാനും സാധിക്കുന്നുണ്ട്. എങ്കിലും ആ ഏലിയൻ ഷിപ്പ് അയാൾക്ക് മുകളിലായി തന്നെ വരുന്നു. അയാൾ അതിന്റെ വഴിയിൽ നിന്ന് മാറി പോയെങ്കിലും ആ ഷിപ്പ് അയാളെ തന്നെ പിന്തുടരുന്നു. ഒടുവിൽ ആ ഷിപ്പ് നിർത്തിയപ്പോൾ അത് ഗ്രേസിന്റെ പേടകത്തിന് നേരെ എന്തോ ഒന്ന് എറിയുന്നു. അതൊരു ബോംബാണെന്ന് ഭയന്ന് അയാൾ ഒതുങ്ങിയിരുന്നെങ്കിലും ആ വസ്തു പേടകത്തിൽ തട്ടി തിരികെ പോകുന്നു. തുടർന്ന് കുറച്ചുകൂടി വേഗത കുറഞ്ഞ മറ്റൊരു വസ്തു കൂടി അതിൽ നിന്ന് എറിയപ്പെടുന്നു. അത് പിടിച്ചെടുക്കാൻ ഗ്രേസ് സിസ്റ്റത്തോട് ആവശ്യപ്പെടുന്നു. സിസ്റ്റം അയാളോട് ആവശ്യപ്പെടുന്നത് ബഹിരാകാശത്ത് കൂടി നടന്ന് അത് പിടിച്ചെടുക്കാനാണ്. ഗ്രേസ് വേഗം തന്നെ ഒരു സ്യൂട്ട് ധരിച്ച് ഷിപ്പിന് പുറത്തിറങ്ങുന്നു. ആ വസ്തു പേടകത്തിന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അയാൾ നിരന്തരം തെന്നി വീഴുന്നു. പതിയെ ബാലൻസ് ചെയ്ത് അതിന് നേരെ ഓടുകയും ഒടുവിൽ അത് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്നു. പിന്നെ ആ വസ്തു ഷിപ്പിനുള്ളിലേക്ക് എത്തിക്കുന്നു. അതിനുള്ളിൽ ഒരു കൂട്ടം ആന്റിനകൾ പോലെയുള്ള വിചിത്രമായ എന്തോ ഒന്നായിരുന്നു. അതൊരു അന്യഗ്രഹ ജീവിയിൽ നിന്നുള്ളതാണെന്ന് അയാൾക്ക് മനസ്സിലായെങ്കിലും അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രേസിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിലേക്ക് എനർജി കടത്തി വിട്ടുകൊണ്ട് ചില ഗവേഷണങ്ങൾ നടത്താൻ അയാൾ ശ്രമിക്കുന്നു. ഒടുവിൽ സമാനമായ മറ്റൊരു വസ്തു കൂടി പേടകത്തിന് നേരെ എറിയപ്പെടുന്നു. ഇത്തവണ അതിനുള്ളിൽ വ്യത്യസ്തമായ എന്തോ ഒന്നായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഏലിയൻ ഷിപ്പിൽ നിന്നുള്ള നീളമുള്ള ഒരു ടണൽ തന്റെ ഷിപ്പുമായി ബന്ധിപ്പിക്കുന്നത് അയാൾ കാണുന്നു. ഒരു വിചിത്രമായ ഗ്ലാസ് മതിൽ വഴി രണ്ട് ഷിപ്പുകൾ തമ്മിൽ ബന്ധിക്കപ്പെടുന്നു. ഗ്രേസ് ബേ ഡോർ തുറക്കുമ്പോൾ ചുറ്റും ഒരു ടണൽ രൂപപ്പെട്ടിരിക്കുന്നത് കാണുന്നു. ഗ്രേസ് പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ ഗ്ലാസ് കൊണ്ടുള്ള ഒരു മതിലിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അതിൽ തട്ടുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് മിന്നി മറിയുന്നത് കണ്ട് ഗ്രേസ് ഞെട്ടിപ്പോകുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു പാറക്കൈ ഗ്ലാസ് തട്ടുന്നതാണ് കാണുന്നത്. അത് അയാൾക്ക് ഒരു മനുഷ്യരൂപത്തിന്റെ മാതൃകയും ഒപ്പം അയാളുടെ ഷിപ്പിന്റെ ഒരു മോഡലും കാണിച്ചു കൊടുക്കുന്നു. സ്വന്തം ഷിപ്പിലേക്ക് തന്നെ തിരികെ പോകാനാണ് അത് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ഗ്രേസ് പതിയെ മടങ്ങാൻ തുടങ്ങുന്നു. തുടർന്ന് ആ ടണൽ വേർപെടുകയും ഷിപ്പ് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു ബേഡോറുമായി വീണ്ടും ബന്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് അങ്ങനെ ചെയ്തത്. ഗ്രേസ് ചില ഉപകരണങ്ങൾ ശേഖരിക്കുകയും പേടകത്തിലെ വായുമർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് പുറത്തേക്ക് നടന്ന ഗ്ലാസ് മതിൽ കണ്ടെത്തുന്നു. ഇത്തവണ അന്യഗ്രഹജീവി അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ചിലന്തിയെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന അത് ഗ്ലാസ് വാതിലിൽ തൊടുന്നത് ഗ്രേസിനെ ഭയപ്പെടുത്തുന്നു. അയാൾ അതിനെ തിരിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ജീവി തന്നെ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അയാൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നു. അയാൾ എന്ത് ചെയ്താലും ആ ഏലിയനും അതുപോലെ തന്നെ ചെയ്യുന്നു. തുടർന്ന് അതിന്റെ മുഖം കണ്ടെത്താനായി ഗ്രേസ് അതിന്റെ ശരീരം പരിശോധിക്കുന്നുണ്ടെങ്കിലും മുഖം ഒന്നും കാണാൻ കഴിയുന്നില്ല. മുമ്പ് തന്റെ ഷിപ്പിലേക്ക് എറിഞ്ഞ വസ്തുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അത് ഗ്രേസിനോട് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു. ഗ്രേസ് ആ സാധനം എടുത്ത് അതിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഏലിയൻ അയാളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. പലതവണയുള്ള ശ്രമങ്ങൾക്ക് ശേഷം സ്വന്തം ഹെൽമെറ്റ് അഴിച്ചു മാറ്റാനാണ് അത് തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ഗ്രേസ് തിരിച്ചറിയുന്നു. ഗ്രേസ് അതിന് തയ്യാറാകാതെ തിരികെ പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ തന്റെ കയ്യിലിരിക്കുന്ന വസ്തു ഒരു ഓക്സിജൻ മാതൃകയാണ് സൂചിപ്പിക്കുന്നതെന്ന് അയാൾ തിരിച്ചറിയുന്നു. ആ ജീവി തലയാട്ടി അത് ശരിവെക്കുന്നു. ധൈര്യം സംഭരിച്ച് അയാൾ ഹെൽമെറ്റ് അഴിച്ചു മാറ്റുകയും തനിക്ക് സുഖമായി ശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗ്രേസ് പേടകത്തിലേക്ക് മടങ്ങുകയും മുമ്പ് തന്നെ നേരെ എറിയപ്പെട്ട മറ്റു വസ്തു പരിശോധിക്കുകയും ചെയ്യുന്നു. അതൊരു പെട്രോവ ലൈൻ മാതൃകയാണ്. അയാൾ ആ ജീവിയുടെ അടുത്ത് തിരിച്ചെത്തി തങ്ങൾ രണ്ടുപേരും ഒരേ ആവശ്യത്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. നമ്പറുകൾ പഠിപ്പിക്കുന്നതിനായി വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ടുവന്ന അയാൾ അതിനോട് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അതിന് കാര്യമായി ഒന്നും മനസ്സിലാകുന്നില്ല. പുറം കാഴ്ചയിൽ മാത്രമാണ് അത് ശ്രദ്ധിക്കുന്നത്. പ്രശ്നം മനസ്സിലാക്കി ഗ്രേസ് തന്റെ പേര് അതിനോട് പറയുകയും ആ ജീവിക്ക് റോക്കി എന്ന് പേരിടുകയും ചെയ്യുന്നു. അയാൾ ഉള്ളിലേക്ക് പോയി തിരികെ വരുമ്പോൾ അക്കങ്ങൾ കൃത്യമായി കാണാൻ പാകത്തിൽ അവയ്ക്ക് മുകളിൽ തുണി വെച്ച് ക്രമീകരിക്കുന്നു. പിന്നെ അതിന് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഗ്രേസ് അതിനെ തംസ് അപ്പ് കാണിക്കാൻ പഠിപ്പിക്കുന്നെങ്കിലും അത് തിരിച്ച് തംസ് ഡൗൺ ആയിട്ടാണ് അനുകരിക്കുന്നത്. തുടർന്ന് റോക്കി ഒരു വസ്തു കൊണ്ടുവരുന്നു. അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കണ്ട് അത് അവരുടെ ക്ലോക്ക് ആണെന്ന് ഗ്രേസ് തിരിച്ചറിയുന്നു. അതിനുശേഷം ഗ്രേസ് ഒരു മൈക്രോഫോണുള്ള കമ്പ്യൂട്ടർ കൊണ്ടുവരികയും റോക്കിയെ മനസ്സിലാക്കാൻ ഒരു ഏലിയൻ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അയാൾ അതിന് ആസ്ട്രോഫേജിനെ കാണിച്ചു കൊടുക്കുമ്പോൾ റോക്കി അതിനെ ബാഡ് എന്ന് പറയുന്നു. റോക്കിയുടെ ഷിപ്പിൽ 23 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും മരിച്ചതിനാൽ അവനിപ്പോൾ ഒറ്റയ്ക്കാണ്. റോക്കി ഗ്രേസിന്റെ ഷിപ്പിലുള്ളവരെ കുറിച്ച് ചോദിക്കുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് തന്റേതും എന്ന് മറുപടി നൽകുന്നു. ഒടുവിൽ തങ്ങൾ ഒരുമിച്ച് നക്ഷത്രങ്ങളെ രക്ഷിക്കുമെന്ന് റോക്കി പറയുന്നു. അവർ പരസ്പരം ഒരു ഫിസ്റ്റ് ബംബ് നടത്തുന്നു. ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ഒരു പദ്ധതി
തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. അവരിപ്പോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജ് വഴിയാണ്. എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഗ്രേസ് റോക്കിക്ക് ഒരു വോയിസ് ഓവർ നൽകാൻ തീരുമാനിക്കുന്നു. അവർ ഒരുമിച്ച് ഒരുപാട് ശബ്ദങ്ങൾ പരിശോധിക്കുകയും അതിലൊന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. താൻ എന്തിനാണ് ബഹിരാകാശത്ത് എത്തിയതെന്ന് തനിക്ക് ഓർമ്മയില്ലെന്ന് അയാൾ മറുപടി നൽകുന്നു. തുടർന്ന് ഗ്രേസ് ഉറങ്ങാൻ വേണ്ടി തന്റെ ഷിപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ റോക്കി അത് തടഞ്ഞു. അവൻ പണ്ട് സഹപ്രവർത്തകർക്കൊപ്പം ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു. എന്നാൽ അവരാരും പിന്നീട് എഴുന്നേറ്റില്ല. അവർ മരിച്ചുപോയതുപോലെ ഗ്രേസ് മരിച്ചു പോകുമോ എന്ന് ഭയമുള്ളതിനാൽ തന്റെ കൺമുന്നിൽ തന്നെ കിടക്കണമെന്ന് റോക്കി അയാളോട് ആവശ്യപ്പെടുന്നു. അതിന്റെ മുന്നിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗ്രേസിന് വല്ലാതെ തോന്നുന്നുണ്ടെങ്കിലും വൈകാതെ അയാൾ ഉറങ്ങിപ്പോകുന്നു. ഇനി പഴയ കാലത്തിലേക്ക് സീൻ കട്ടാവുന്നു. ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 3 ബഹിരാകാശ യാത്രികരെ ഈവ ഗ്രേസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ദൗത്യം അവസാനിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് സ്വയം ജീവിതം അവസാനിപ്പിക്കാനുള്ള അവസരമുണ്ടെന്നും അതിനായി ഏത് മാർഗമാണ് തങ്ങൾ തിരഞ്ഞെടുക്കുകയെന്നും അവർ തമ്മിൽ സംസാരിക്കുന്നു. ശേഷം എഞ്ചിന് ഇന്ധനം നൽകാൻ ആസ്ട്രോഫേജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഡെമോ കാണാൻ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതേസമയം പ്രസന്റിൽ സ്പേസ് ഷിപ്പിൽ വെച്ച് ഗ്രേസ് ആ സംഭവങ്ങളുടെ ചില ഭാഗങ്ങൾ ഓർത്തെടുക്കുന്നു. പെട്ടെന്നാണ് സിസ്റ്റം ഷിപ്പിനകത്ത് എന്തോ ചലനം നടക്കുന്നതായി കാണിക്കുന്നത്. അത് റോക്കി ആയിരുന്നു. അത് എങ്ങനെയോ അവന്റെ ഷിപ്പിനകത്തേക്ക് കയറി പറ്റിയിരിക്കുന്നു. അവനിപ്പോ ഒരു ഗ്ലാസിന്റെ കൂടിനകത്താണുള്ളത്. ഗ്രേസ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റോക്കി അവിടെ മുഴുവൻ ഓടി നടക്കുന്നു. ആ സ്ഥലം മുഴുവൻ വളരെ അലങ്കോലമായി കിടക്കുകയാണ് എന്നാണ് അവന്റെ പരാതി. ഗ്രേസ് അതിനെ ശാന്തനാക്കുകയും ഒരാളുടെ പ്രൈവസിയെ പറ്റി പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് പെട്ടെന്ന് തന്റെ കിടപ്പുമുറി എവിടെയാണെന്ന് തിരഞ്ഞുകൊണ്ട് ഓടുന്നു. പിന്നീട് ഗ്രേസ് തന്റെ വീഡിയോ റെക്കോർഡിംഗിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ഒപ്പം കൂടേണ്ടി വന്ന ഈ പുതിയ റൂംമേറ്റിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യുന്നു. അത് എങ്ങനെയാണ് തന്നെ എന്നും ശല്യം ചെയ്യുന്നതെന്നും അതിന്റെ വിചിത്രമായ ഭക്ഷണ രീതിയെ കുറിച്ചും പറയുന്നു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ പതുക്കെയാണ് ആൾ സംസാരിക്കുന്നത്. എങ്കിലും റോക്കിക്ക് എല്ലാം കേൾക്കാൻ കഴിയുമെന്നും ചുവരുകൾക്ക് അപ്പുറത്തുള്ളത് കാണാൻ കഴിയുമെന്നും അയാൾ പറയുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ടൗസിറ്റി നക്ഷത്രത്തിൽ നിന്നും പെട്രോവ ലൈൻ വഴി ആസ്ട്രോഫേജുകൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്നുണ്ട്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ പ്രത്യുൽപാദനം നടത്താൻ വേണ്ടിയാണ് അവ ഈ ഗ്രഹത്തിലേക്ക് പോകുന്നത്. ആസ്ട്രോഫേജുകൾ വംശവർദ്ധനം നടത്തുന്ന ഈ ഗ്രഹത്തിന് ചുറ്റും അവർ ഭ്രമണം ചെയ്യും. അവിടെ നിന്ന് ഒരു സാമ്പിൾ ശേഖരിക്കും. കൂടാതെ അവ എന്തുകൊണ്ടാണ് ടൗസിറ്റി നക്ഷത്രത്തെ നശിപ്പിക്കാത്തതെന്ന് കണ്ടെത്തുകയും ചെയ്യും. ഈ യാത്രയ്ക്കായി ഗ്രേസ് തന്റെ ഷിപ്പ് സജ്ജീകരിക്കാൻ തുടങ്ങുന്നു. ഇതിനായി 11 ദിവസങ്ങൾ എടുക്കുമെന്നാണ് സിസ്റ്റം മറുപടി നൽകുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു. ഈ യാത്രയ്ക്കിടയിൽ ഗ്രേസ് റോക്കി വെർച്വൽ റിയാലിറ്റി മുറിയിൽ കൊണ്ടുപോയി ഭൂമിയിലെ പ്രകൃതി വിനോദങ്ങളും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തുടർന്ന് തന്റെ നാട്ടിൽ താൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്നാൽ റോക്കിയോട് ചോദിക്കുന്നു. അത് തന്റെ പങ്കാളിയാണെന്നാണ് റോക്കി മറുപടി നൽകുന്നത്. അവരുടെ പേരെന്താണെന്ന് ഗ്രേസ് ചോദിക്കുമ്പോൾ റോക്കി വളരെ നീളമുള്ള ഒരു ശബ്ദ തരംഗം കൊണ്ടാണ് മറുപടി നൽകുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് മനോഹരമായിട്ടുണ്ടെന്ന് ഗ്രേസ് പറയുന്നു. തനിക്ക് പങ്കാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് റോക്കി തിരിച്ചു ചോദിക്കുന്നു. താൻ എപ്പോഴും മറ്റുള്ളവരെ വിട്ടുപോകുന്ന കൂട്ടത്തിലായിരുന്നു എന്ന് ഗ്രേസ് മറുപടി നൽകുന്നു. തന്റെ മനസ്സ് യഥാർത്ഥ ലോകത്തല്ലെന്ന് അവൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്ന് ഗ്രേസ് വ്യക്തമാക്കുന്നു. തന്റെ പങ്കാളിയോടൊപ്പം എത്ര കാലമായി ഒരുമിച്ചുണ്ടെന്ന് ഗ്രേസ് ചോദിക്കുമ്പോൾ 186 വർഷങ്ങളായി എന്ന് റോക്കി മറുപടി നൽകുന്നു. നാവികസേന തുറമുഖത്ത് വെച്ച് ശാസ്ത്രജ്ഞർക്കും മറ്റ് ബഹിരാകാശ യാത്രികർക്കുമൊപ്പം ചിലവഴിച്ച ഒരു സമയം ഗ്രേസ് ഓർത്തെടുക്കുന്നു. അയാൾ പുറത്തുപോയി ഈവയെ കണ്ട് സംസാരിക്കുന്നു. തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അവർ എത്രമാത്രം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടിട്ടാണ് ഗ്രേസിന് അത്ഭുതം. തങ്ങൾക്ക് ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ എല്ലാം ദൈവഹിതം പോലെ നടക്കുമെന്ന് മാത്രമാണ് അവർ മറുപടി നൽകുന്നത്. ശേഷം ഗ്രേസ് പാർട്ടിയിലേക്ക് മടങ്ങുന്നു. എല്ലാവരും ആഘോഷം തുടരുകയാണ്. ആ സമയത്ത് ഇവ ഉള്ളിലേക്ക് വരികയും മൈക്രോഫോൺ എടുത്ത് ഒരു പാട്ട് പാടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതേസമയം ഗ്രേസ് റോക്കിയും ആ ഗ്രഹത്തിന് അടുത്തെത്തിയിരുന്നു. അവരാണ് ഈ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതിന് തങ്ങൾക്ക് പേരിടാമെന്ന് ഗ്രേസ് പറയുന്നു. ഇടത്തരം പരുക്കൻ പ്രതലമുള്ള വട്ടത്തിലുള്ള ഗ്രഹം എന്ന് ഇതിന് പേരിടാമെന്ന് റോക്കി പറയുന്നു. ഇതിന് കുറച്ചുകൂടി വ്യക്തിപരമായ ഒരു പേര് നൽകുന്നതാണ് നല്ലതെന്ന് ഗ്രേസ് പറയുന്നു. തുടർന്ന് റോക്കിയുടെ പങ്കാളിയെ ഭാവനയിൽ കണ്ടുകൊണ്ട് ഏഡ്രിയാൻ എന്ന് പേരിടാമെന്ന് അയാൾ നിർദ്ദേശിക്കുന്നു. റോക്കി അത് സന്തോഷത്തോടെ സമ്മതിച്ചു. ഗ്രേസ് അവിടെ നിന്ന് ഒരു സാമ്പിളുമായി തിരികെ വരികയും അതിനെ ഭൂമിയിലെ ആസ്ട്രോഫേജുമായി ഒത്തുനോക്കുകയും ചെയ്യുന്നു. അത് പരിശോധിക്കുമ്പോൾ ഗ്രേസിന് ഒരു കാര്യം മനസ്സിലാവുന്നു. ടൗസറ്റിൽ നിന്നും ഗ്രഹത്തിലെത്തുന്ന ആസ്ട്രോഫേജുകൾ തിരിച്ചു പോകുന്നില്ല. അവ എന്തോ കാരണം കൊണ്ട് അവിടെ തന്നെ തുടരുകയാണ്. അയാൾ ആ സാമ്പിൾ കൂടുതൽ പരിശോധിക്കുമ്പോൾ ജീവന്റെ ഒരു ലക്ഷണം കണ്ടെത്തുന്നു. ആ ഗ്രഹത്തിൽ നിന്നും എടുത്ത സാമ്പിളിൽ ആസ്ട്രോഫേജ് മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ജീവനുള്ള ബാക്ടീരിയകൾ കൂടി ഉണ്ടായിരുന്നു. ഏഡ്രിയാനിൽ ജീവനുണ്ടെന്ന ഈ വെളിപ്പെടുത്തൽ അവരെ ഞെട്ടിക്കുന്നു. ഏഡ്രിയാനിലെ ആ ജീവികൾ ഒരു വേട്ടക്കാരനെ പോലെ ആസ്ട്രോഫേജുകളെ തിന്ന് നശിപ്പിക്കുകയാണ്. ഇത് മനസ്സിലായതോടെ റോക്കി ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നു. ആ വേട്ടക്കാരനെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവർക്ക് തങ്ങളുടെ നക്ഷത്രങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഏഡ്രിയാനിലെ മേഘങ്ങൾക്കിടയിൽ നിന്നുള്ള ആ സൂക്ഷ്മാണുക്കളായ വേട്ടക്കാരനെ അവർക്ക് ആവശ്യമുണ്ട്. കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനായി അവർക്ക് ഇനി ആ ഗ്രഹത്തിൽ ഇറങ്ങണം. എന്നാൽ അവരുടെ ഷിപ്പിന് ആ ഗ്രഹത്തിലേക്ക് എത്താനുള്ള ശേഷിയില്ലായിരുന്നു. തനിക്ക് അനന്തമായ നീളമുള്ള ചങ്ങലകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും അതുവഴി അവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നും റോക്കി പറയുന്നു. എന്നാൽ ഗ്രേസ് ഒരു പ്രൊഫഷണൽ പൈലറ്റില്ലെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു. അതിനാൽ റോക്കി ആൾക്ക് അതിനുള്ള പരിശീലനം നൽകുന്നു. ഇതിനിടയിൽ കണ്ടെത്തുന്ന വിവരങ്ങളെല്ലാം ഒരു പ്രോബ് വഴി തിരികെ അയക്കാനുള്ള തന്റെ പദ്ധതി ഗ്രേസ് വെളിപ്പെടുത്തുന്നു. അതിൽ എന്തുകൊണ്ടാണ് ഇതിനോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാത്തതെന്ന് ഓർത്ത് റോക്കി ആശയക്കുഴപ്പത്തിലാകുന്നു. തിരികെ പോകാൻ തങ്ങളുടെ പക്കൽ ആവശ്യത്തിന് ഇന്ധനമില്ലെന്നും കുറച്ചു വർഷത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നും
ഒടുവിൽ താൻ മരണപ്പെടുമെന്നും ഗ്രേസ് പറയുന്നു. എന്നാൽ റോക്കി അത് സമ്മതിക്കാതെ അയാൾ നാട്ടിലേക്ക് മടങ്ങുക തന്നെ വേണമെന്ന് പറയുന്നു. താൻ ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞുവെന്ന് ഗ്രേസ് പറയുന്നുണ്ടെങ്കിലും റോക്കിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. താൻ 20 ലക്ഷം കിലോഗ്രാം ആസ്ട്രോഫേജ് ഗ്രേസിന് നൽകാം. അതുപയോഗിച്ച് ആൾക്ക് തിരിച്ച് ഭൂമിയിൽ എത്താൻ സാധിക്കും. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോക്കിക്ക് തിരിച്ച് തന്റെ ഗ്രഹത്തിലെത്താൻ ഏതാണ്ട് 6 വർഷം കൂടുതൽ സമയം എടുക്കും. തന്റെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇനിയും അത് ആവർത്തിക്കാൻ താൻ അനുവദിക്കില്ലെന്ന് റോക്കി വ്യക്തമാക്കുന്നു. ഇത് കേട്ട് ഗ്രേസ് വിങ്ങി പൊട്ടുന്നു. താൻ മരിക്കുമെന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന സത്യം അയാൾ തുറന്നു പറയുന്നു. ശേഷം റോക്കിക്ക് നന്ദി പറയുകയും അതിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ആദ്യം ഒന്ന് ഭയന്നെങ്കിലും റോക്കിയും തിരിച്ചയാളെ കെട്ടിപ്പിടിക്കാൻ പഠിക്കുന്നു. റോക്കറ്റ് വിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ഗ്രേസും ഇവായും ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവരുടെ പിന്നിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നത്. ഇതേസമയം ഗ്രേസിന്റെ ഷിപ്പ് പതുക്കെ ആ ഗ്രഹത്തിന്റെ ഉപരിതലത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഗ്രേസ് ആണ് ഇപ്പൊ അത് ഓടിക്കുന്നത്. അവിടെ ചെറിയൊരു ടർബുലൻസ് ആൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവർ കൃത്യമായ സ്ഥാനത്തെത്തുമ്പോൾ ചങ്ങല ഘടിപ്പിച്ച സാമ്പിൾ ശേഖരിക്കാനുള്ള ഒരു കളക്ടർ താഴേക്ക് ഇറക്കുന്നു. ആ കളക്ടർ ബാക്ടീരിയകളെ ശേഖരിക്കാൻ തുടങ്ങി. അത് തിരികെ എടുക്കാനേ ഗ്രേസ് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴാണ് അയാൾ അത് ശ്രദ്ധിക്കുന്നത്. തന്റെ ഷിപ്പിൽ ചെറിയ രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്. അവർ കളക്ടർ വേഗത്തിൽ മുകളിലേക്ക് വലിച്ചെടുക്കുകയും ഗ്രേസ് അതിൽ മുറുക്കി പിടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആ ഷിപ്പിൽ ഉയരം കുറയുന്നതിന്റെ മുന്നറിയിപ്പ് കാണിക്കാൻ തുടങ്ങി. അതായത് മേഘങ്ങളുടെ നിരയിൽ നിന്നും ഷിപ്പ് നേരെ ആ പ്ലാനറ്റിലേക്ക് അതിവേഗം വീഴുകയാണ്. പെട്ടെന്ന് ഏതൊരു വസ്തു വന്നിടിച്ച് ഗ്രേസ് താഴെ വീഴുകയും കളക്ടർ താഴേക്ക് തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. പുറത്ത് അമിതമായ ചൂടാണെന്ന മുന്നറിയിപ്പ് സിസ്റ്റം കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ഗ്രേസ് തീരുമാനിക്കുന്നു. എന്നാൽ ജീവൻ അപകടത്തിലാക്കാൻ മാത്രമുള്ള ഒന്നുമില്ലെന്നും തങ്ങൾക്ക് വീണ്ടും ശ്രമിക്കാമെന്നും റോക്കി അയാളോട് പറയുന്നു. എന്നാൽ ഇനിയൊരു അവസരം ഉണ്ടാകുമെന്ന് ഗ്രേസ് വിശ്വസിക്കുന്നില്ല. അയാൾ അതിനായി മുന്നോട്ട് നീങ്ങുന്നു. വേഗം തന്നെ അത് പിടിച്ചെടുത്ത് ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്നു. പിന്നെ ആ ചങ്ങല മുറിച്ചു മാറ്റിയ ശേഷം അതിൽ തൂങ്ങിയാടി കളക്ടർ ഉള്ളിലേക്ക് എറിയുന്നു. ഗ്രേസ് തിരികെ ഷിപ്പിന്റെ ഉള്ളിൽ കയറി പൈലറ്റ് സീറ്റിൽ ഇരിക്കുന്നു. എഞ്ചിൻ ഓണാക്കുന്നതോടെ അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വായുമർദ്ദത്തിന്റെ മുന്നറിയിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എങ്ങനെയൊക്കെയോ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിന് പുറത്തെത്തുന്നു. എന്നാൽ ഷിപ്പിന്റെ ഇന്ധന ടാങ്കിൽ ഒരു തുള വീണിട്ടുണ്ടായിരുന്നു. ഗ്രേസ് വേഗം തന്നെ ആ ഫ്യൂവൽ ടാങ്ക് ഷിപ്പിൽ നിന്ന് വേർപെടുത്തി. എന്നാൽ അതിനിടയിൽ തലയിടിച്ച് അയാൾ ബോധം കെടുന്നു. റോക്കി തന്റെ ഗ്ലാസ് കൊണ്ടുള്ള സുരക്ഷിത കവചം തകർത്ത് പുറത്തു വന്ന് അയാളെ രക്ഷിക്കുന്നു. അത് ഗ്രേസിനെ വലിച്ചു മാറ്റി അയാൾക്ക് മേലൊരു ഓക്സിജൻ മാസ്ക് ധരിപ്പിക്കുന്നു. ഈ പ്രവൃത്തിയിലൂടെ റോക്കി സ്വന്തം ജീവൻ അപകടത്തിലാക്കുകയാണ് ചെയ്തത്. റിസർച്ച് ലാബിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ആസ്ട്രോനോട്ടുകളിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് ഉടനടി ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ആരാണെന്ന് ഗ്രേസിന് മനസ്സിലാകുന്നില്ലെങ്കിലും എല്ലാവരും അയാളെയാണ് നോക്കുന്നത്. താനൊരു ആസ്ട്രോനോട്ട് അല്ലെന്ന് ഗ്രേസ് പറയുന്നു. എന്നാൽ തനിക്കൊരു ബഹിരാകാശ യാത്രികനെയല്ല, മറിച്ച് ആസ്ട്രോഫേജിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ദൗത്യത്തിന് സജ്ജനായ ഒരാളെയാണ് ആവശ്യമെന്ന് ഇവ മറുപടി നൽകുന്നു. തനിക്കിതൊരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് സാധിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. സ്വന്തം ജീവൻ കളയാനാണോ അവർ ആവശ്യപ്പെടുന്നതെന്ന് അയാൾ ഭയത്തോട് ചോദിക്കുമ്പോൾ അതെ എന്ന് ഇവ മറുപടി നൽകുന്നു. ഒരു തീരുമാനം എടുക്കാൻ ഗ്രേസിന് 3 മണിക്കൂർ മാത്രമാണ് സമയമുള്ളത്. ഗ്രേസ് തന്റെ ഷിപ്പിനകത്ത് ഉണരുന്നുവെങ്കിലും റോക്കി എവിടെയും കാണുന്നില്ലായിരുന്നു. കരിഞ്ഞ എന്തോ ഒന്നിന്റെ അടയാളങ്ങൾ പിന്തുടർന്നു പോകുന്ന അയാൾ റോക്കി പതുക്കെ മരണത്തിലേക്ക് നീങ്ങുന്നതാണ് കാണുന്നത്. പിന്നീട് ഗ്രേസ് തന്റെ ജേണൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലെന്ന് പറയുന്നു. അയാളുടെ ജോലി പൂർത്തിയായി കഴിഞ്ഞു. റോക്കി ആൾക്കായി ഒരു സന്ദേശം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയെയും തന്റെ ഗ്രഹത്തെയും രക്ഷിക്കണം. ഗ്രേസ് ആ ബാക്ടീരിയ വേർതിരിച്ചെടുക്കുകയും അത് ആസ്ട്രോഫേജിനെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്നതിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഗ്രേസ് തന്റെ ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് തുടരുന്നു. സ്വന്തം ഗ്രഹത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റോക്കി തോറ്റുകൊടുത്തതിലും തങ്ങളുടെ പദ്ധതി ഉപേക്ഷിച്ചതിലും റോക്കിയോട് പരാതിപ്പെടുന്നു. തുടർന്ന് അയാൾ ഉറങ്ങിപ്പോകുന്നു. പിന്നീട് ഉണരുമ്പോൾ റോക്കി തനിക്ക് അരികിൽ തട്ടുന്നതാണ് കാണുന്നത്. അത് തന്റെ സുരക്ഷിത കവചത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടായിരുന്നു. ഉണർന്നയുടെ ഗ്രേസ് ആവേശത്തോടെ അതിനെ കെട്ടിപ്പിടിക്കുന്നു. താൻ ബാക്ടീരിയകളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന മുറിയിലേക്ക് അയാൾ അതിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരത് ആഘോഷിക്കാൻ തീരുമാനിക്കുകയും വെർച്വൽ റിയാലിറ്റി മുറിയിൽ സമയം ആസ്വദിക്കുകയും ചെയ്യുന്നു. റോക്കിക്ക് സ്പോഞ്ച് കൊണ്ട് നിർമ്മിച്ച ഭൂമിയുടെ ഒരു കളിപ്പാട്ടം സമ്മാനമായി നൽകുന്നു. ശേഷം റോക്കിയുടെ ഷിപ്പ് ഒന്ന് പരിശോധിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. ഗ്രേസ് ഗ്ലാസ് സൂട്ട് ധരിച്ച് റോക്കിയോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു. അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന കുറെ പ്രകാശരശ്മികൾ മാത്രമാണ് കാണുന്നത്. അതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഗ്രേസ് ഇവയുടെ ഓഫീസിലെത്തി തനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. അതിനുള്ള ധൈര്യമൊന്നും തനിക്കില്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇവ അയാൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രേസ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവർ അയാളെ പോകാൻ അനുവദിക്കാൻ തയ്യാറല്ലായിരുന്നു. ആ സമയം ഒരു ഡോക്ടർ ഉള്ളിലേക്ക് വരുന്നു. ഗ്രേസ് ഒരു നായകനായി ഓർമ്മിക്കപ്പെടുമെന്ന് അവർ പറയുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഗ്രേസ് ശ്രമിക്കുന്നുവെങ്കിലും സെക്യൂരിറ്റിക്കാർ അയാളെ തടയുന്നു. ഗ്രേസ് വീണ്ടും പുറത്തേക്ക് ഓടിയെങ്കിലും അവർ അയാളെ പിടികൂടുകയും ഇഞ്ചക്ട് ചെയ്ത് ബോധം കെടുത്തുകയും ചെയ്യുന്നു. ഇതോടെ ഇപ്പോൾ ഷിപ്പിനകത്തുള്ള ഗ്രേസിന് ഭൂതകാലത്തിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഓർമ്മ വരുന്നു. അയാൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയും റോക്കിയോട് യാത്ര പറയുകയും ചെയ്യുന്നു. തന്റെ ലാബിൽ വളർത്തിയ ബാക്ടീരിയകളുടെ ഒരു ശേഖരം റോക്കിക്കും കൊടുത്തിരുന്നു. റോക്കി തങ്ങളുടെ യാത്രയപ്പിന്റെ അടയാളം കാണിച്ചുകൊണ്ട് മറുപടി നൽകുന്നു. അയാൾ തിരികെ വന്ന് കണക്ടർ മുറിച്ചു മാറ്റാൻ തുടങ്ങി. അവർ പരസ്പരം തംസപ്പ് കാണിക്കുന്നതിനിടയിൽ ആ സ്പേസ് ഷിപ്പുകൾ തമ്മിൽ വേർപെടുകയും അകന്നു മാറുകയും ചെയ്യുന്നു. ഭൂമിയിലെത്താൻ 4 വർഷം എടുക്കുമെന്നാണ് സിസ്റ്റം കാണിക്കുന്നത്. ഗ്രേസ് തന്റെ ഹൈബർനേഷൻ പോഡിലേക്ക് കയറി ഉറങ്ങാൻ കിടന്നു. ഷിപ്പിനകത്ത് എന്തോ തകരാർ സംഭവിച്ചതായുള്ള ഒരു മുന്നറിയിപ്പ് കേട്ടാണ് അയാൾ ഉണരുന്നത്. ബാക്ടീരിയകളെ സൂക്ഷിച്ചിരുന്നത് സെനോനൈറ്റ് എന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ബോക്സുകളിലായിരുന്നു. ഈ സെനോനൈറ്റുകൾ
ബാക്ടീരിയകൾ തിന്നു തീർത്തത് കാരണം അവിടെ ഒരു ചോർച്ച ഉണ്ടായിരിക്കുകയാണ്. റോക്കിയുടെ ഷിപ്പും നിർമ്മിച്ചിരിക്കുന്നത് സെനോനൈറ്റുകൾ കൊണ്ടാണ്. ബാക്ടീരിയകൾ അത് തുരന്നാൽ റോക്കി മരിക്കും. അത് ദീർഘമേറിയതും പതുക്കെയുള്ളതും വേദനാജനകവുമായ ഒരു മരണമായിരിക്കും. ഗ്രേസ് കാര്യങ്ങൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ തന്നെ മുന്നിൽ 2 വഴികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒന്ന്, അയാൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ റോക്കിയെ രക്ഷിക്കാം. താൻ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം തന്റെ റെക്കോർഡിങ്ങുകൾക്കൊപ്പം പാക്ക് ചെയ്ത് കുറെ പ്രോബുകൾ വഴി അയാൾ ഭൂമിയിലേക്ക് അയക്കുന്നു. അതിനുശേഷം റോക്കിയുടെ പേടകൾ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നു. ഒടുവിൽ അത് കണ്ടെത്തുമ്പോൾ അതിനടുത്തേക്ക് എത്തുന്നു. ഇപ്പോൾ അവിടെ ഒരു വലിയ ഗ്ലാസ് മതിൽ ഉണ്ടായിരുന്നു. അയാൾ അതിൽ ദയനീയമായി തട്ടുന്നു. ഒടുവിൽ റോക്കി പ്രത്യക്ഷപ്പെടുകയും അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ അവർ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം എത്തിച്ചേരുന്നു. ഇവ അയാളുടെ റെക്കോർഡിങ്ങുകൾ പരിശോധിക്കുന്നു. ഒപ്പം അവർക്കൊരു ചെറിയ സമ്മാനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ദൗത്യം വിജയകരമായി നടപ്പിലായി കഴിഞ്ഞു. ഇനി അവർ ശുക്രനിലേക്ക് ബാക്ടീരിയകളുടെ സാമ്പിൾ അയക്കും. അവ ആസ്ട്രോഫേജുകളെ നശിപ്പിച്ച് സൂര്യനെ രക്ഷിക്കും. പിന്നീട് ഒരു അലാറം കേട്ടാണ് ഗ്രേസ് ഉണരുന്നത്. റോക്കിയുടെ ഗ്രഹത്തിലാണ് ഇപ്പോൾ അയാൾ ഉള്ളത്. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഗ്രേസിന് വേണ്ടി ഭൂമിയുടേതുപോലെ കൃത്രിമമായി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഗ്രേസ് ചെന്ന് തുറന്നു നോക്കുന്നു. റോക്കി ആയിരുന്നു അത്. അവർ ഒരുമിച്ച് കടൽ തീരത്തേക്ക് പോകുന്നു. ഗ്രേസിന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനായി തങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ ഒരു ഷിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റോക്കി പറയുന്നു. തിരികെ പോകുന്നതിനെ കുറിച്ച് താൻ ചിന്തിക്കാമെന്ന് അയാൾ മറുപടി നൽകുന്നു. ഇപ്പോൾ അയാൾ അവിടെയുള്ള എല്ലാ കുട്ടി റോക്കിമാരെയും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.